ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ കുറേ നാളത്തെ ഗ്യാപ്പിന് ശേഷം വീണ്ടും നമ്മളൊരു ട്രാവൽ വ്ളോഗ് ചെയ്യാനായിട്ട് പോകണം കേട്ടോ. സമയം ഇപ്പോൾ വെളുപ്പാങ്കാലം രാവിലെ ഒരു 2:30 മണി ആയിട്ടുണ്ട്. ഞാനും എൻ്റെ കുറച്ച് സുഹൃത്തുക്കളായിട്ട് നമ്മളൊരു യാത്ര പോവാണ് വേളാങ്കണ്ണിയിലുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു യാത്രയ്ക്കൊരു മറ്റൊരു പ്രത്യേകതയുണ്ട്. ഞാൻ വേളാങ്കണ്ണിയിൽ പലതവണ ട്രാവൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 3-4 തവണ പോയിട്ടുണ്ട്. ആ പോയ സമയത്തൊക്കെ ഞാനൊരു വ്ളോഗ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഇടാനായിട്ട് പറ്റിയിട്ടില്ല. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാരണം അത് ഇടാൻ പറ്റാതായിട്ടുണ്ട്. പക്ഷേ ഇത്തവണ മിസ്സാകത്തില്ല. എന്തായാലും നമ്മൾ ഈ ഒരു വ്ളോഗ് ഇടും. വേറൊന്നുമില്ല, നമ്മൾ ട്രിവാൻഡ്രത്തിൽ നിന്ന് വേളാങ്കണ്ണി വരെ പോകുന്നതിനിടയിലുള്ള കുറേ കാഴ്ചകളും രസകരമായിട്ടുള്ള രീതിയിൽ നമുക്കൊന്ന് വീഡിയോ എടുത്ത് ഷൂട്ട് ചെയ്തങ്ങ് പോകാം. ഒരു ഫണ്ണി ട്രാവൽ. അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാം. നമ്മൾ ഈ കാണുന്ന സ്വിഫ്റ്റിലാണ് പോകുന്നത് കേട്ടോ. യെസ്, അപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുന്നത് ഞാനുണ്ട്, നമ്മുടെ ഗോപിയുണ്ട്. ഗോപിയെ അറിയായിരിക്കും, നമ്മളെ മിക്ക ട്രാവൽ വ്ളോഗിലും വരുന്ന നമ്മുടെ സുഹൃത്താണ്. പിന്നെ നമ്മളോട് 2 ചേട്ടന്മാരും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവൻ്റെ ഡ്രസ്സ് കണ്ടോ, ഇങ്ങോട്ടാണ് അടിക്കുന്നത് കണ്ടോ. സ്കൂൾ യൂണിഫോം പോലെ ഒരേപോലത്തെ ഡ്രസ്സ്. നമ്മൾ ഒരിക്കലും ഒരു ഫെസ്റ്റിവലിന് എടുത്തപ്പോൾ ഉള്ള സെയിം ഡ്രസ്സായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ കാറിലോട്ട് കയറാം. യെസ്, അപ്പോൾ നമ്മൾ പിക്ക് ചെയ്യേണ്ട 2 ചേട്ടന്മാരും പിക്ക് ചെയ്തിട്ടുണ്ട്. ഒന്ന് രാജേട്ടൻ, ഒന്ന് വന്നിട്ട് അരുൺ ചേട്ടൻ കേട്ടോ. അപ്പോൾ ചേട്ടാ ഒരു സെക്കൻഡ്, ഒരു കാര്യം പറഞ്ഞേ. അപ്പോൾ നമ്മൾ കാഞ്ഞിരംകുളം എന്ന് പറയുന്ന ലൊക്കേഷനിൽ നിന്നാണ് നമ്മൾ വേളാങ്കണ്ണിയിലോട്ട് പോകുന്നത്. റൂട്ട് മാപ്പ് കാണിക്കുമ്പോഴത്തേക്കും ഏകദേശം 9 മണിക്കൂർ അല്ലെങ്കിൽ 458 കിലോമീറ്ററാണ് കാണിക്കുന്നതെങ്കിലും സത്യം പറഞ്ഞാൽ നമ്മൾ ഓടി എത്തുമ്പോഴത്തേക്കും 10-14 മണിക്കൂർ എടുക്കും. പല സ്ഥലങ്ങളിൽ നിർത്തി ഫുഡൊക്കെ കഴിച്ചിട്ട് പോകുമ്പോൾ അത്ര സമയം എടുക്കും. പിന്നെ ഇത്രയും നമ്മളിപ്പോൾ ഒരു 3:30 മണിക്കാണ് ഇപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും നേരത്തെ ഇറങ്ങിയുള്ള ഗുണം എന്ന് വെച്ചാൽ മാക്സിമം ദൂരം കുറച്ച് വെയിലൊക്കെ വരുന്ന മുന്നേ നമുക്ക് ഓടി എത്താനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ AC വണ്ടിയിലല്ലേ പോകുന്നതെന്ന്. ബഡ്ജറ്റ് കുറച്ച് കുറവാണ്, അപ്പോൾ AC ഇടാതെ ഒരു ഓടിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ നമുക്ക് പോകുന്ന വഴിക്കുള്ള മറ്റ് കാഴ്ചകൾ കണ്ട് പോകാം. ഓക്കെ, നമ്മളിപ്പോൾ ട്രാവൽ ചെയ്ത് നാഗർകോവിൽ കഴിഞ്ഞായിരുന്നു കേട്ടോ. വരുന്ന വഴിക്ക് മാർത്താണ്ഡം എന്ന് പറയുന്ന ഭാഗത്തോട്ടൊക്കെ ഉള്ള റോഡൊക്കെ അതിഗംഭീരമായ കുണ്ടും കുഴിയുള്ള റോഡായതുകൊണ്ട് പതിയെ ഓടിച്ചു വരാൻ പറ്റുള്ളൂ. അപ്പോൾ മണിയിപ്പോൾ എത്രയാടാ? മണിയിപ്പം 5 മണിയായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ദൂരമുള്ള പോയിട്ട് ലൈറ്റായിട്ട് ചായ എന്തെങ്കിലുമൊക്കെ കുടിക്കണം. നമ്മുടെ മാർത്താണ്ഡം കഴിഞ്ഞ് കുറച്ച് ദൂരം എത്തിക്കഴിഞ്ഞാൽ പിന്നെ റോഡൊക്കെ നല്ല വിശാലമായിട്ടുള്ള റോഡാണ്, നല്ല കത്തിച്ച് വരാൻ പറ്റും. അപ്പോൾ സമയം ഇപ്പോൾ 7 മണിയായിട്ടുണ്ട്. ഒരുപാട് ദൂരം ട്രാവൽ ചെയ്തു. ഇതുവരെ ഒരു ചായ പോലും കുടിക്കാനായിട്ട് പറ്റിയിട്ടില്ല. ഈ തമിഴ്നാട് റൂട്ടിലൊക്കെ പോകുമ്പോഴുള്ള പ്രശ്നം, ചില സ്ഥലങ്ങളിലോട്ടൊക്കെ നമ്മൾ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു കടയോ എന്താ വെള്ളം കുടിക്കാൻ ചിലപ്പോൾ കിട്ടുമായിരിക്കും, ചായ കുടിക്കാനോ അല്ലെങ്കിൽ നല്ലൊരു ഫുഡ് കഴിക്കാനായിട്ടുള്ള സ്പോട്ട് കിട്ടാൻ ഭയങ്കര പാടട്ടെ. കാരണം ഇപ്പോൾ ഞാൻ ഇപ്പം ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഉള്ളേരിയ, ഒരു ഉൾഗ്രാമം പോലത്തെ ഒരു പ്രദേശത്തൂടെയാണ്. റോഡൊക്കെ അത്യാവശ്യം ആവറേജ് ആയിട്ടുള്ള റോഡാണ്. അപ്പോൾ ഒന്ന് ഹൈവേയിൽ കയറിയാലേ നല്ലൊരു ചായയും ഫുഡൊക്കെ കഴിക്കാനായിട്ട് പറ്റും. മണി ഇപ്പോൾ 7 മണിയായി. 6 മണിക്ക് കഴിക്കാൻ പ്ലാൻ ചെയ്യണം. 1 മണിക്കൂറായിട്ട് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുളത്തൂർ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയിട്ട്, കുളത്തൂർ ഒരു ബ്രാഹ്മിൻസ് ഹോട്ടലാണ്, അത്യാവശ്യം വൃത്തിയൊക്കെ ഉള്ളൊരു ഹോട്ടലാണ്. അപ്പം ഞാൻ ഇഡലി, നമ്മളെ ചേട്ടൻ പൊങ്കൽ, വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന അവൻ വന്നിട്ട് പൂരി, ഡിഫറെൻറ്റ് ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവൻ നല്ല വിശപ്പുണ്ട്. ചായയും ഫുഡും എല്ലാം ഒരുമിച്ച് കാണാൻ വിചാരിച്ചു. ഉഴുന്നോടാണ്. ആണോ? ഉഴുന്നോടാ. വെള്ളം കണ്ടില്ലേ, ഹെൽത്തി സാധനം കണ്ടില്ല.
അല്ല കിടില ഉഴുന്നോളാം കേട്ടോ, കിടില ഉഴുന്നോളാം. ശരി, ഇങ്ങനെ ഒരു പ്രദേശത്ത് ഇത്രയും നല്ല ഫുഡ് കിട്ടുന്ന കട ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. സൂപ്പർ. നമ്മളവിടെ കിട്ടുന്ന വലിയ ഗ്ലാസ് പോലെ കിട്ടുമെന്ന് വിചാരിച്ചില്ലേ? നാടൻ പശുവും പാലാണ്, നാടൻ പശുവും പാല. അല്ല, അരുണൻ ഇനി റെസ്റ്റ് എടുക്കാം, ഇനിയിപ്പോൾ രാഷണല്ല വണ്ടി ഓടിക്കുന്നത്. ഫുഡ് കഴിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി കേട്ടോ. പുറത്തിറങ്ങിയപ്പോഴത്തേക്കും നമ്മൾ അനുവനും കൂടുന്ന രാഷനും കുറച്ച് പലഹാരങ്ങൾ, പഴവും കുറച്ച് ചിപ്സ് എന്തൊക്കെ വാങ്ങണമെന്ന് വെച്ചാൽ അങ്ങനെ തൊട്ടടുത്ത കടയിൽ പോയി മേടിച്ചുകൊണ്ട് വരുവാണ്. പക്ഷെ നമ്മൾ കഴിച്ച ഹോട്ടലിൻ്റെ കേസ് പറഞ്ഞില്ല, ഒരു രക്ഷയല്ല കേട്ടോ. കാരണം ബ്രാഹ്മിൻസ് ഹോട്ടലാണ്, നല്ല നീറ്റ്നെസ് ആയിട്ടുള്ള ഒരു ഹോട്ടലായിരുന്നു. നീറ്റായിട്ടുള്ള ഹോട്ടലായിരുന്നു. പിന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു. അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ ട്രാവൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമുക്കിനി ഇനിയും ഏകദേശം 300ഓളം കിലോമീറ്റർ ഓടി എത്താനായിട്ടുണ്ട്. ഇടയ്ക്ക് ഒരു റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തി കേട്ടോ. ഇനിയും ഏകദേശം ഒരു 250ഓളം കിലോമീറ്റർ ഉണ്ട്. വണ്ടി നിർത്താൻ മറ്റൊരു കാരണമുണ്ട്. ഇതാ കണ്ടോ, ഞങ്ങളെപ്പോഴും ഈ ഒരു ലൊക്കേഷനിൽ വരുമ്പം നമ്മൾ വഴിയിൽ കാണാറുള്ളതാണ് ഈ ഒരു അക്കാനി എന്ന് പറയുന്ന സംഭവം. ഇങ്ങനെ റോഡ് നമ്മൾ ട്രിവാൻഡ്രത്തും ഇങ്ങനെ ഇവർ ടീംസായിട്ട് കൊണ്ട് വയ്ക്കാറുണ്ട്. അപ്പോൾ ഇത് ഞാൻ പലപ്പോഴും കുടിച്ചിട്ടുള്ളതാണ്. ചില സ്ഥലങ്ങളിൽ നല്ല എഫക്റ്റീവായിട്ടുള്ള സാധനമായിരിക്കും, ചില സ്ഥലങ്ങളിൽ അത്ര എഫക്റ്റീവ് ആയിരിക്കില്ല. വല്ലാത്ത ഒരു ടേസ്റ്റായിട്ടുള്ളൊരു സാധനമാണ്. നിങ്ങൾ പലരും കുടിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവരുടെ ഒരു ചെറിയൊരു ഷോപ്പാണ് ഈ കാണുന്നത്. എന്താ ഈ കാണുന്ന ഈ ഒരു ഇലയിലാണ് ആക്ച്വലി അക്കാനി അവർ ഒഴിക്കുകയാണ് കേട്ടോ. അക്കാനി ഒഴിച്ച് തരുന്നത്. എന്തോ ഞാൻ ആദ്യമായിട്ട് ഇത് കാണുന്നത് പോലെയും നിങ്ങളൊക്കെ ആദ്യമായിട്ടാണ് ഇത് കേൾക്കുന്ന പോലെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നല്ലേ. അനു എന്താണ് ഇത്ര ആവേശത്തിൽ ഇതിന് മുമ്പ് കുടിച്ചിട്ടില്ല അക്കാനി? 1 ലിറ്റർ வந்து 120 ரூபாய். அது வந்து 2 லிட்டர். இது நல்லா அழுத்தி பிடிச்சு. நீ செம்பு குடிங்க. ஐயோ, டேஸ்ட் எങ്ങനെ നോക്ക്. ഒരു ഗ്ലാസ്സിൽ ഇടാ. ടേസ്റ്റ് 5 വട്ടം ഡ്രൈവ് ചെയ്യാനുള്ളതാണ്, കുറച്ച് കുടിച്ചാൽ മതി. ഇത് എനിക്കുള്ളത്. അത് എനിക്കുള്ളത്. നമ്മൾ ഇത് കഴിച്ചോണ്ട് മധുരം കുറവായി. അത് കറുപ്പിട്ട് ചേർത്തത്. അക്കാനി കുടിച്ചു. നല്ല ക്ലൈമറ്റ് കേട്ടോ. ആക്ച്വലി വലിയ വെയിലില്ല, ഒരു മഴയുടെ ഒരു ചെറിയൊരു കോളും പിന്നെ വളരെ സൈലൻ്റ് ആയിട്ടുള്ളൊരു സ്പോട്ടും. ഇവിടെയൊക്കെ ഇരുന്ന് ഇവിടെ ഷീറ്റൊക്കെ ഉരുക്കി വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ഈ മരത്തിൻ്റെ വേപ്പ് മരമാണ് കേട്ടോ. അപ്പോൾ ഈ മരത്തിൻ്റെ തണലൊക്കെ ഇരുന്ന് എന്ത് സുഖമായിരിക്കുന്നു. ഇരുന്ന് ഉറങ്ങാനും മൊബൈൽ കുത്തി കളിച്ചുകൊണ്ടിരിക്കാനും നല്ല തണലുമുണ്ട്. നല്ല സൈലൻ്റ് ആയിട്ടുള്ള സ്പോട്ട്. പിന്നെ കുറേ ചേട്ടന്മാരവിടെ ചെറിയ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്ക് പേഴ്സണലി പണ്ട് പോലെ തമിഴ്നാട് ഒരു പ്രത്യേക ഒരു ഫേവറേറ്റുള്ളൊരു സ്ഥലമുണ്ട്, തമിഴ്നാട് എന്ന് പറയുന്നത്. തമിഴ്നാട്ടിൻ്റെ ഏതൊരു ഭാഗത്തോട്ട് പോയാലും എനിക്കൊരു പ്രത്യേക ഒരു വൈബാണ് പ്രത്യേകിച്ച്. ഓക്കെ, അപ്പം അക്കാനിക്ക് കുടിച്ച് കഴിഞ്ഞ് ഇനി നേരെ മുന്നോട്ട് പോകാം. എനിക്ക് പേടി അക്കാനി കൊടുക്കണ അണ്ണൻ്റെ തലയിട്ടിട്ട് തോന്നുന്നു. രാജേട്ടൻ്റെ ഓരോ ചോദ്യങ്ങളൊക്കെ ഭയങ്കര നമ്മളവിടെ സാധനം ഉണ്ടായത് തുമ്പല്ലേ എവിടെ ഉണ്ട്? ഓണത്തിന് എന്തോന്നു തുമ്പ എന്താ തുമ്പ? ഓ, ഇതായിരുന്ന കാറേട്ടാ. അവനും അങ്ങനെ അക്കാനി കുടിച്ചിട്ട് കിറങ്ങിയ നല്ല സ്ഥലം അല്ലേ, സൈലൻ്റ് ആയിട്ടുള്ള സ്ഥലം. വേപ്പ് മരം. കളിയാം. അപ്പോൾ നമ്മുടെ വേളാങ്കണ്ണിട്ടുള്ള യാത്ര ഇനിയൊരു 190 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. നമ്മളിപ്പം സമയം 10 ഏകദേശം ഒരു 4 മണി റേഞ്ചിലൊക്കെ നമ്മൾ സ്പോട്ടിലെത്തും.
ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന സ്പോട്ട് എന്ന് പറയുന്നത് ഉപ്പളം ഉള്ള സ്ഥലമാണ്. കാണിച്ചിരുന്നോ കണ്ടോ കേട്ടോ. ഉപ്പളം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലേക്ക് കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈ മറ്റേ കടൽ വെള്ളം ചട്ടി നിർത്തി ഉപ്പുണ്ടാക്കി നമുക്ക് സെറ്റ് ചെയ്യുന്ന സ്ഥലം. അപ്പം ഇതിൻ്റെ പാക്കിംഗ് സ്ഥലങ്ങളൊക്കെ വേറെ ഉണ്ട്. ഇത് ജസ്റ്റ് അല്ലാതെ ലോക്കൽ ഗോഡൗൺ പോലെയൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടേക്കുന്നതാണ്. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, വേളാങ്കണ്ണി ഇപ്പോൾ ഈ വീഡിയോ കാണുന്നില്ല, വേളാങ്കണ്ണിയിലോട്ട് ഇതുവരെയും പോയിട്ടില്ലാത്ത ആൾക്കാരൊക്കെ കാണും. അപ്പോൾ വേറെ ഒന്നുമില്ല, നമ്മൾ എവിടെ നിന്ന് പുറപ്പെടുന്നതാണെങ്കിലും നമ്മൾ നോർമലി നമ്മളുള്ള ഗൂഗിൾ മാപ്പ് പോലെ തന്നെ കറക്റ്റ് റൂട്ടാണ് കാണിച്ചു തരുന്നത്. നമ്മൾ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ എത്തുന്നതിൽ വേറെ മിസ്റ്റേക്കോ കാര്യങ്ങളോ ഇല്ലാതെ തന്നെ നമുക്ക് റൂട്ട് മാപ്പ് കാണിക്കും. സൗണ്ട് എന്തിനാണ് കാണിക്കുന്നത്? ഓക്കെ. പിന്നൊരു കാര്യം, പിന്നൊരു കാര്യമുള്ളത്, ഒരു വണ്ടി ഇടയിൽ കൂടെ ക്രോസ് ചെയ്താണ് പറയാവുന്ന വിഷയം വിട്ട്. പിന്നെ നമുക്ക് നമ്മൾ പല സ്ഥലങ്ങളിലും ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ സ്ഥലത്ത് വീണ്ടും പോകണം എന്നുള്ള തോന്നലൊക്കെ വരാറുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ എനിക്കങ്ങനെ തോന്നിയിട്ടുള്ള സ്ഥലങ്ങളാണ് ഈ വേളാങ്കണ്ണി, തിരുച്ചെന്തൂർ. ഇവിടെയൊക്കെ എനിക്ക് ഭയങ്കര വൈബാണ് പോകാനായിട്ട്. വീണ്ടും പോകണം എന്നുള്ളൊരു തോന്നലുണ്ടാകുന്ന സ്പോട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ 4 തവണ എന്തുകൊണ്ട് പോകുന്നത് നമ്മൾ പറഞ്ഞെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും അവിടെ പോയിട്ട് ബാക്കി ഞാൻ കാണാം. ടൈം ഇപ്പോൾ 12:30 ആയിട്ടുണ്ട്. നമുക്കിനി ഓടിയെത്താനായിട്ട് ഒരു 60-65 കിലോമീറ്റർ ഉള്ളൂ വേളാങ്കണ്ണി എത്താനായിട്ട്. അപ്പോൾ നമ്മൾ കൂടെ വന്ന ടീമുകളെല്ലാം കൂടെ ഒരു പേരയ്ക്ക വിൽക്കുന്ന വഴിയിൽ വെച്ച് കണ്ടിട്ട് ഇങ്ങനെ മേടിക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. 1.5 കിലോ പേരയ്ക്ക 200 രൂപ. പേരയ്ക്ക എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നല്ല വിറ്റമിനുള്ള ഒരു ഫ്രൂട്ട്സാണ്. പിന്നെ ഇപ്പോൾ വരുന്ന വഴിക്ക് നമ്മൾ ഓറഞ്ച് മേടിച്ച് കഴിച്ചു, പഴം മേടിച്ച് കഴിച്ചു. അപ്പോൾ ഉച്ചയ്ക്ക് ചിലപ്പം ഫുഡ് ഒഴിവാക്കിയിട്ട് ഈ ഫ്രൂട്ട്സ് ഐറ്റംസ് തന്നെ കഴിച്ച് പോകാനായിരിക്കും പ്ലാൻ ചെയ്യുന്നത്. എങ്കിലും ചിലപ്പം വിശക്കും, ഒന്ന് ചോറ് തന്നെ ചില സമയത്ത് ചോറ് കഴിക്കുന്ന സമയത്ത് ചോറ് തന്നെ കഴിച്ചില്ല, ഒരു സംതൃപ്തി കിട്ടാത്തതുകൊണ്ട് ചിലപ്പോൾ കഴിക്കും. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ നമുക്ക് 65 കിലോമീറ്റർ അടുപ്പിച്ചേ ഉള്ളൂ. വേളാങ്കണ്ണി എത്തിയിട്ട് അവിടെ ഒരു റൂം എടുക്കണം. റൂം എടുത്ത് വന്ന് ഫ്രഷ് ആയിട്ടൊക്കെ പതിയെ വൈകുന്നേരം പള്ളിയിലോട്ട് പോകണം. എന്നിട്ട് നാളെ രാവിലെ കൂടെ പള്ളിയിൽ പോയി തൊഴുതിട്ട് അവിടെ നിന്ന് ഇറങ്ങണം. അതാണ് പ്ലാൻ. ഇല്ല എടാ, പേരയ്ക്ക് മുറിച്ചാടാ. സൂപ്പർ. ഓ കണ്ടിട്ടാ, പക്ഷെ മധുരം ഉണ്ടാവും, ചുമന്നിട്ടില്ല. ഓ എനിക്ക് വേണം താടാ. എനിക്ക് തിന്ന, എനിക്ക് പിന്നെ താടാ. വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. ഇത് എന്റെ ബാഗിൽ ഇട്ടിരിക്കണത്. ആയുധങ്ങളൊക്കെ ബാഗിലുണ്ട്. കൊള്ളാം. ഇന്ന് വേറെ ആഹാരമില്ല. കൊള്ളാന്നുള്ളതുകൊണ്ടല്ലേ വാങ്ങിച്ചത്. കൊള്ളാന്ന് പറഞ്ഞാൽ ഭയങ്കര മധുരമൊന്നുമില്ല കേട്ടോ, ലൈറ്റ് മധുരം, കുഴപ്പമില്ല. പക്ഷെ ഓക്കെ, എടുത്ത് വെച്ചിരുന്നത് ആ മധുരം ഉണ്ട്. അത് നല്ല നല്ല വിളഞ്ഞ് മുറ്റിയ പേരൊക്കെ വലുത്. നമ്മളിങ്ങനെ ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്ത് ദൂരോട്ടൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ പുറത്ത് കണ്ട ഫുഡൊന്നും കഴിക്കാതെ ഈ ഫ്രൂട്ട്സ് കഴിക്കുന്നതാണ് നല്ല കേട്ടോ. നേരത്തെ പറഞ്ഞില്ലേ, അത് തന്നെ. നമ്മളിപ്പോ സമയപ്പോ 1:30 മണിയായിട്ടുണ്ട് കേട്ടോ. നമ്മള് കടയിൽ കയറി ഫുഡ് കഴിക്കാൻ വിചാരിച്ചു. ഒരു ചെറിയ കട, ഒരു വളരെ ചെറിയ കട. അതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ പുസ്കയ അങ്ങനത്തെ ഒരു സാധനം കൊള്ളാൻ തോന്നുന്നത്. അപ്പോൾ 3 പ്ലേറ്റ് കുസ്കയും അനു ഗോപിക്ക് ഒരു പൊറോട്ടയും കഴിക്കാം. നല്ല വിശപ്പ്. മണി 2 മണിയായി കേട്ടോ. 1 2 അടുപ്പിച്ചായി. ഓക്കെ, ഇവിടെ സലാഡ് എല്ലാം കാണാമല്ലോ.
സലാഡ് എടുക്കാം ഇത് കൂടെ സലാഡ് ഓർമ്മ. അപ്പോൾ കഴിച്ചു നോക്കട്ടെ. ആ ഇത് സാലഡ് എടുക്കാം. സാലഡ് வெங்காயம் எதுவோ சொல்றாங்க, புரியல. എന്തുവാ അതടിക്കും. அந்த சலாடு தெரியுமா? சலாடு தயிர். ஆ அதான் அதான் அதான். എൻ്റെ ഫോട്ടോ എൻ്റെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയാണ്. അപ്പടെ ഇവിടെ പൊട്ടിട്ട് കളിക്കും. അപ്പോൾ ഗുസ്ക എന്നല്ലേ പറഞ്ഞ അല്ലേ? ഗുസ്ക, സാൽന, സലാഡ്, ഹാഫ് ബോയിൽ, സോറി ഹാഫ് ബോയിൽ. ചേട്ടാ ഒന്നും കഴിക്കില്ലെന്ന് പറഞ്ഞു ഉച്ചയ്ക്ക്. എങ്ങനെ? അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചു. ഉച്ചത്തെ ഫുഡ് കഴിച്ചു. നടാണ് അങ്ങോട്ട്. ഉച്ചത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ട്. രാവിലെ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ഇപ്പോൾ ഉച്ചയ്ക്ക് കഴിച്ച ഫുഡാണെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു കേട്ടോ. വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. വയറിന് വേറെ ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ ഇനി നേരെ പള്ളിയിലോട്ടാണ്. പള്ളിയിലോട്ട് പോയിട്ട് അവിടെ നിന്ന് നല്ലൊരു റൂം എടുക്കുക, ഒന്ന് ഫ്രഷ് ആവുക. അതാണ് അടുത്ത നെക്സ്റ്റ് പ്രോഗ്രാം. പോവാം. യെസ്, അങ്ങനെ രാവിലെ വെളുപ്പാങ്കാലം 3:30 തിരിച്ച യാത്ര. അടുത്ത ദിവസമല്ല, വൈകുന്നേരം 2:30 മണി, ഏകദേശം 11 മണിക്കൂറത്തെ യാത്രയ്ക്കൊടുവിൽ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ വേളാങ്കണ്ണി മാതാവിൻ്റെ സന്നിധിയിലെത്തിയിട്ടുണ്ട്. വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. ഇത് ആക്ച്വലി നമ്മൾ വന്നേക്കുന്ന ഇത്തവണ, ഞാൻ നോർമലി ഇതിന് മുന്നേയൊക്കെ വന്നിട്ടുള്ളതൊക്കെ സീസൺ ടൈമിലാണ്, ഭയങ്കര തിരക്കാണ്. പക്ഷേ ഇത്തവണ അത്തരത്തിലുള്ള തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം വരുന്ന വഴിക്കാണെങ്കിലും വളരെയധികം വണ്ടികളില്ലായിരുന്നു. ഇപ്പം ഈ പള്ളിയിലോട്ട് പോകുന്ന വഴിക്കാണെങ്കിലും വലിയ കാറിൻ്റെ ബഹളങ്ങളോ തിരക്കുകളോ ഒന്നുമില്ല. സോ നമുക്ക് റൂം കിട്ടാനും കുറച്ച് എളുപ്പമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. പല ഹോട്ടൽസിൻ്റെ ഫ്രണ്ടിൽ ടൂറിസ്റ്റ് ബസ്സൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ എങ്കിലും അത്ര വലിയ തിരക്കൊന്നുമില്ല. കാരണം നോർമലി വരുന്ന സമയത്ത് ഈ റോഡൊന്നും ഈ രീതിയിലല്ല കാണുന്നത്. ഭയങ്കര വണ്ടിയുടെ ബഹളവും തിരക്കുകളാണ്. പക്ഷേ ഇപ്പോൾ അത്രയും തിരക്ക് എന്തായാലും ഇല്ല. നമുക്കെന്തായാലും ജസ്റ്റ് ഒന്ന് ആ പള്ളിയുടെ ഫ്രണ്ടിലൊന്ന് പോയി കറങ്ങി നമുക്ക് നേരെ റൂം എന്തെങ്കിലും എടുക്കാനുള്ള ഒരു അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാം. നമുക്കത് ഈ കാണുന്നതൊക്കെ പള്ളിയിലോട്ട് പോകുന്ന ഒരു ഭാഗമാണ് കേട്ടോ. കണ്ടോ, ദൂരെ കണ്ടോ ചേട്ടാ? ഇവിടെ പള്ളി എന്ന് പറയുമ്പോൾ നമുക്ക് 3-4 ഉണ്ടല്ലേ അല്ലേ? ഇവിടെ മെയിനായിട്ട് പണ്ട് മുതൽക്കേ ഉള്ളൊരു പള്ളിയുണ്ട്. അതിനുശേഷം പിന്നെ അല്ലാതെ 2-3 പള്ളികളായിട്ടുണ്ട് കേട്ടോ. 4-5 പള്ളികളുണ്ട്. ഈ കാണുന്നതിനാണ് നമ്മുടെ വേളാങ്കണ്ണി ഇവിടെ ഉള്ള ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് കേട്ടോ. ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ കുറച്ച് ക്രൗഡ് ഉണ്ടെങ്കിലും വലിയ തിരക്കൊന്നും പറയാനായിട്ടില്ല. നോർമലി ഉള്ള വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് ഫുഡുള്ള കടകളും എല്ലാ നമ്മുടെ ഈ പലഹാരങ്ങളുള്ള കടകളും, അങ്ങനെ ഒരുപാട് കടകളൊക്കെ ഉള്ളൊരു സ്പോട്ടാണിത്. ഇവിടെ നിന്ന് ഈ റൈറ്റിലോട്ടാണ് പള്ളിയിലോട്ടുള്ള ആക്ച്വലി മെയിൻ എൻട്രി എന്ന് പറയുന്നത്. വലത്തോട്ട് പോയി നോക്കട്ടെ. കണ്ടോ, ഇതോ കാണുന്നുണ്ടോ? അതൊരു പള്ളിയാണ്. സ്ട്രെയിറ്റ് കാണുന്നുണ്ടോ? അപ്പോൾ ഇതാണ് നമ്മുടെ വേളാങ്കണ്ണി. കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതാണ് മെയിനായിട്ടുള്ള സ്പോട്ട്. നമുക്കിത് റൂമൊക്കെ എടുത്ത് നമ്മൾ വൈകുന്നേരം വരെ നമുക്ക് കാണാം. നമുക്ക്
ചെറിയ ആരാധന എന്തൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഈ പള്ളി തന്നെ പണ്ട് സുനാമി വന്ന സമയത്തൊക്കെ ഈ ഭാഗം വരെയൊക്കെ തിരയടിച്ചു. ഈ ഭാഗമല്ല, ഇതും കഴിഞ്ഞ് ഇങ്ങോട്ടൊക്കെ തിരയടിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഒരുപാട് ഹോട്ടൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് ഹോട്ടൽസ്. ഇപ്പോൾ അങ്ങ് ദൂരെ കാണുന്നത് കടലാണ് കേട്ടോ. ഈ ഒരു ഭാഗത്തൊക്കെ നമ്മൾ റൂം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കടലിലോട്ട് പെട്ടെന്ന് പോവാം. അങ്ങോട്ട് പോയിട്ട് വരും. ചുമ്മാ അരിഞ്ഞാൻ്റെ കൂടെ പോകാം. നമ്മളെ കൂടെ ഒന്ന് അരിഞ്ചേട്ടൻ ഓരോ റൂം തപ്പി നടക്കണം. അപ്പോൾ നമുക്കൂടെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം. നമ്മൾ ഫസ്റ്റ് ടൈം ഞാൻ വന്നപ്പോഴത്തേക്കും നമ്മൾ സ്റ്റേ ചെയ്തതുകൊണ്ട് ഈ കാണുന്ന അപ്പുറത്ത് കാണുന്ന VM എന്ന് പറയുന്ന ലോഡ്ജിലായിരുന്നു കേട്ടോ. ലോഡ്ജ് നോക്കിയപ്പോൾ നമ്മൾ അനൂപ് ഗോപി ഇവൻ എപ്പോഴും കൈ നോക്കുന്ന കാര്യത്തിൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. സാധാരണ തത്തമ്മേലെ നോക്കണം. ഇവിടെ ഉണ്ട് എലിയാണ് ചീട്ടെടുക്കണത്. നമ്മളിതാ ഈ ലോഡ്ജിലാണ് ഇപ്പോൾ ഒന്ന് കയറി നോക്കാൻ വിചാരിച്ചിരിക്കുന്നത്. അകത്തോട്ട് കയറി നോക്കാം. വാടാ. അപ്പം നമ്മൾ നോക്കുന്ന റൂം ഇവിടെയാണ്. നോക്കി നോക്കാം നീറ്റാണോ, ഇങ്ങനെയാണ് നോക്കാം. 16 നമ്പർ. അത് നല്ല സ്ഥലമുണ്ട് അല്ലേ? എത്ര പറഞ്ഞു? 1500. ഇത് സെറ്റാക്കാം. യെസ്. അപ്പോൾ നമ്മളിപ്പോൾ കാണിച്ച റൂം തന്നെ നമ്മൾ സെറ്റ് ചെയ്ത കേട്ടോ. കൊള്ളാം. നമ്മുടെ വണ്ടി ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ പാർക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. 1500. 1800 പറഞ്ഞ് 1500 റൂം തരാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നൈറ്റ് ഫുൾ സ്റ്റേ, നാളെ രാവിലെ 10 മണി വരെ. ആ ബാഗ് നീട്, ഞാൻ പിടിച്ചേക്കാം. ഇത് നമ്മൾ സെപ്പറേറ്റ് ഒന്ന് താങ്ങി പിടിച്ചാലേ നിൽക്കൂ, ഇല്ലെങ്കിൽ താന്ന് പോവും. ആ പണി സൈറ്റിനുള്ള കവർ എടുക്കൂ. ക്ലോസ്. റൂം എടുത്ത് സെറ്റായി വന്നപ്പോൾ ചെറിയൊരു വിഷയം ഉണ്ടായി കേട്ടോ. നമ്മൾ ഇന്ന് രാത്രി തന്നെ 10 മണിക്ക് തിരിക്കുമെന്ന് വിചാരിച്ചിട്ട് ആണ് 1500 പറഞ്ഞത്. നാളെയാണെങ്കിൽ 2000 രൂപ എന്തോ ആണ്. അവസാനം സംസാരിച്ച് 1800 ആക്കി. ചെറിയൊരു പണി എന്തെന്ന് വെച്ചാൽ ലിഫ്റ്റില്ല. 3 നില മേലിലോട്ട് നടന്ന് കയറണം. അതാണ് ഒരു പാട്. അങ്ങനെ വീണ്ടും നമ്മൾ എടുത്ത റൂമിലോട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ റൂമിനകം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. 2 ബെഡുണ്ട്. യൂറോപ്യൻ ക്ലോസറ്റും ഇന്ത്യൻ ക്ലോസറ്റും ഉണ്ട് കേട്ടോ. പിന്നെ ഒരു ചെറിയൊരു മിററുണ്ട്, TV ഉണ്ട്, 2 ഫാനുണ്ട്, പിന്നെ ഇവിടെ AC ഉണ്ട്. അത്യാവശ്യം നല്ല സൗകര്യമുള്ള റൂം തന്നെയാണ്. അപ്പോൾ ഇനി നമ്മുടെ അനുവിന് ഒന്ന് ചീട്ടെടുത്ത് നോക്കണം. ഇപ്പം സമയം എങ്ങനെയുണ്ട്, കൊള്ളാം. വാടാ. പൈസ തന്നിട്ട് ജോസ്യം പറയാവൂ. நல்ல தேர்முடல் அறிவாரா, சீரும் சிறப்பாக வருவாரா, சிக்கனமாக வாழ்வாரான்னு பார்த்து ஆண்டுகளை அணுக்கரகத்தை பார்த்து சொல்லு. பேர் உங்களுக்கு ஒரு பேரா 2 பேர் இருக்கா? 2.5 വർഷം ഒരുപാട് കഷ്ടപ്പെട്ടു. 2.5 വർഷമായിട്ട് അനുവിന് സമയം മോശമാണ്. ഇങ്ങനെ ലൈറ്റ് തള്ളി ഇറക്കിയാണ് തോന്നുന്നത്. நல்லது செஞ்சாலும் பொல்லாம், கொடுத்ததை தக்க போனாலும் அடுத்தவர் படம். வெளிப்பாறைக்கு കേട്ട് അനുഗോപിയുടെ வீட்டுக்குள்ளே போனால் അനുഗോപിയുടെ കണ്ണൊക്കെ നിറയുന്നു. வந்து விசாரித்த காரியமெல்லாம் தொடங்கலாம். ചോദിക്കപ്പെട്ട എണ്ണമെല്ലാം താമതമായി. ഇങ്ങനത്തെ ജോത്സ്യക്കാർ ഇങ്ങനെ പറയുമ്പോൾ, അതായത് ഈ ചീട്ടെടുക്കുന്ന ആൾക്കാർ പറയുമ്പോൾ നടക്കുന്ന സംഭവിച്ചാൽ
കുറേ കാര്യങ്ങളൊക്കെ ഉള്ളതുപോലെ തോന്നും, കുറേ കാര്യങ്ങളൊക്കെ കറക്റ്റെല്ലാം തോന്നും. അപ്പം വിശ്വസിക്കാനും പറ്റില്ല, വിശ്വസിക്കാതിരിക്കാനും പറ്റില്ല, ഇതാണ് അവസ്ഥ. നമ്മൾ അനു വന്നിട്ട് ജോത്സനക്ക് സന്തോഷമായല്ലേ? എലി എടുത്ത കാർഡും പ്രശ്നം, അനു എടുത്ത കാർഡും പ്രശ്നം, എല്ലാം പ്രശ്നം. അതുകൊണ്ട് ഒരുപാട് പരിഹാര മാർഗങ്ങൾ ചെയ്യാനുണ്ട്. അതുകൊണ്ട് കുറച്ച് പൈസ കൂട്ടി വെച്ചിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാം ശരിയാവുമല്ലടാ? എല്ലാം ശരിയാവും. അപ്പോൾ ഇനി കുറച്ച് റെസ്റ്റ് എടുക്കണം. എന്നിട്ട് വൈകുന്നേരം പള്ളിയിൽ പോകുമ്പോൾ കാണാം. യെസ്, അപ്പോൾ നമ്മൾ റെസ്റ്റൊക്കെ കഴിഞ്ഞ് പള്ളിയിലോട്ട് പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്തോ പറയാൻ ആലോചിച്ച് മറന്നു. അപ്പോൾ ഇനിയിപ്പോൾ നേരെ പള്ളിയിലോട്ട് പോകണം. പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചതിന് ശേഷം നൈറ്റിലുള്ള നമ്മളെ വേളാങ്കണ്ണിയിലുള്ള കുറച്ച് വിഷ്വൽസും ഔട്ട് സൈഡ് കടകളിലൊക്കെ ചെറിയ പർച്ചേസിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നേരെ റൂമിലോട്ട് വരണം. നാളെയും പള്ളിയിൽ രാവിലെ പോകും കേട്ടോ. അപ്പോൾ ഞാൻ അതും വീഡിയോയിലോട്ട് ഇടാൻ പറ്റുമോ, അതിനുള്ള ഗ്യാപ്പ് ഉണ്ടോ എന്ന് അറിയില്ല. എന്തായാലും ഇപ്പോൾ നമുക്ക് നേരെ പള്ളിയിലോട്ട് പോകാം. കേട്ടോ, നമ്മൾ അനു ഇന്ന് പള്ളിയിൽ പോകാനായിട്ട് ഞാനും അനു കൂടെ പുറത്ത് കടയിൽ പോയി മേടിച്ച ഡ്രസ്സാണ് കേട്ടോ. ഹരിചേട്ടൻ അകത്തെന്തോ ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുന്നു. രാജേട്ടൻ നേരത്തെ ഇറങ്ങിപ്പോയി. അപ്പോൾ നമുക്കിനി നേരെ താഴോട്ട് പോകാം. ബാക്കിലോ രാജേട്ടൻ അരിഞ്ചാനും കൂടെ ഫ്രണ്ടിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമുക്കും ബാക്കിലോട്ട് പോകാം. അതാ ഈ കാണുന്നില്ലേ, ഇതൊരു ഇവിടുത്തെ ഫസ്റ്റത്തെ ഒരു മെയിൻ പള്ളിയാണ്. അപ്പോൾ ഇവിടെ പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് കേട്ടോ. കണ്ടോ, ഒരുപാട് കടകളുണ്ട്. പിന്നെ കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഈ മറ്റേ മീൻ, ഞണ്ട്, ഇങ്ങനെയൊക്കെ ഓരോ സാധനങ്ങൾ പൊരിച്ച് ഇങ്ങനെ വയ്ക്കുന്നുണ്ട്. റോഡരികിൽ വയ്ക്കുന്നതാണ്. എൻ്റെ നീറ്റ്നെസ് എങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും അങ്ങോട്ട് പോയിട്ട് ബാക്കി കാഴ്ചകൾ കാണാം. ഓക്കെ, സീസൺ ടൈം അല്ലെങ്കിലും അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. നോർമലി തിരക്കുള്ള ഒരു ലൊക്കേഷനാണ് ഈ വേളാങ്കണ്ണി എന്ന് പറയുന്നത്. പക്ഷേ സീസൺ ടൈമിൽ ഇതുപോലെ നിൽക്കാൻ പറ്റില്ല. അഞ്ചേട്ടനും രാജേട്ടനും കൂടെ മാല വാങ്ങിച്ചായിരുന്നു, ഹാരം മേടിച്ചായിരുന്നു. മേടിച്ചിട്ട് അവരോട് പോയടാ. അകത്ത് നിൽക്കണേ ഇപ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് കയറുന്നതാണോ? അകത്ത് പോയി പ്രാർത്ഥിച്ചിട്ട് വരാം. ഇതാണ് നമ്മുടെ പള്ളിയുടെ ഫ്രണ്ട് എന്ന് പറയുന്നത് കേട്ടോ. സൂപ്പറല്ലേ കാണാനായിട്ട്. അപ്പോൾ ഇതിനകത്തോട്ട് കയറുന്ന സമയത്ത് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ശരിയല്ല. സ്വന്തം പണി അകത്തോട്ട് കയറുന്ന വിശ്വാസം എടുക്കുക. അതാണ് അകത്ത് കയറാണോടാ? അകത്ത് കയറല്ലേ? ആദ്യ പള്ളിയിൽ നിന്നും പ്രാർത്ഥിച്ച് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അകത്ത് നല്ല തിരക്കുണ്ട്. ഇനി 2 മെയിൻ പള്ളിയിലുണ്ട്. അപ്പോൾ അവിടെയും കൂടെ പോകണം. ഒന്ന് നമ്മുടെ യേശു ദേവൻ്റെ ഒരു വലിയൊരു സ്റ്റാച്ചു ഇരിക്കുന്ന സ്പോട്ടുണ്ട്. പിന്നെ മാതാവിൻ്റെ തോന്നുന്നു പണ്ട് മുതൽക്കുള്ള ആദ്യത്തെ ഒരു പള്ളിയുണ്ട് അങ്ങോട്ട്. ഓക്കെ, നെക്സ്റ്റ് പള്ളിയിലോട്ട് പോകാം കേട്ടോ. അത് അടുത്ത പള്ളിയാണ് നമ്മൾ പോകണേ. ഇതൊരു സഹദം കോവില, ശകലം കൂടെ ഫ്രണ്ടില്ല. ഓക്കെ, ഞങ്ങളുടെ സഹദം കോവിലാണ് കേട്ടോ. എന്ത് വലിയ പള്ളിയാണ് നോക്കിയേ. ഇവിടെ എന്തോ ആരാധനയൊക്കെ എന്താ സംഭവം? ആരാധന, പൂജ അടക്കുകയാണല്ലേ. നമ്മൾ ഈ ക്ഷേത്രങ്ങളിൽ പൂജ നടക്കുന്ന പോലെ തന്നെ നമ്മുടെ പള്ളിയിലും ഇത്തരത്തിൽ ഇങ്ങനെ പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ദൈവമേ, ഞാൻ ഇങ്ങനെ ഈ വിഷ്വൽസിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പം ഇതെന്തോ ആദ്യമായിട്ടാണ് നിങ്ങൾ അറിയുന്നത് എന്ന് ഞാൻ നിങ്ങളെ പറ്റി മലയാളമല്ലേ ഈ പള്ളിയിൽ ഇപ്പോൾ പൂജ നടക്കുന്ന പറയുമ്പോഴത്തേക്കും മലയാളത്തിലും തമിഴിലൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന മലയാളത്തിലാണ്. ഈ പാട്ടൊക്കെ പാടുന്നത് തമിഴിലും പാടും മലയാളത്തിലും പാടും. ഇപ്പം മലയാളത്തിലാണ്. ഞാൻ ഈ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നി ഇവ എന്താ ഇത് പറയുന്നത്, ഇതൊന്നും നമുക്ക് അറിഞ്ഞൂടാത്ത കാര്യമാണ്. അങ്ങനെ വിചാരിച്ചിട്ടല്ല കേട്ടോ. ജസ്റ്റ് ഞാനിതിന് മുന്നേയൊക്കെ ഒരുപാട് തവണ വന്നിട്ടുണ്ടെങ്കിൽ വീഡിയോസ് ഒന്നും കറക്റ്റ് ഇടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അറിയാവുന്ന ഞാൻ കണ്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുള്ളൂ. ചിലപ്പം ഇതുവരെ വേളാങ്കണ്ണിയിൽ വരാത്ത ആൾക്കാർ കാണുമല്ലോ. അപ്പോൾ അവർ ജസ്റ്റ് കാണുമ്പോൾ അവർക്കൊരു പുതുമയായിരിക്കും. അതുകൊണ്ടില്ല. ഇതാണ് നമ്മൾ രാവിലെ വന്നപ്പോഴത്തേക്ക് നമ്മളൊരു പള്ളി കാണിച്ചില്ല. ആ പള്ളിയാണ് കേട്ടോ. രാത്രിയിലുള്ള വിഷ്വലുണ്ട്. എന്ത് തിരക്കാണെന്ന് നോക്കിയേ. ഇപ്പോൾ ഇവിടെ ഒരു പ്രാർത്ഥന നടക്കുവാണ്, പൂജ നടക്കുകയാണെന്ന് പറയും. മലയാളത്തിലും തമിഴിലൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ അടുത്ത പള്ളിയിലോട്ട് പോകാൻ കേട്ടോ. ഇതാണ് എനിക്കിവിടെ ഇവിടെ വന്നിട്ട് എനിക്ക് ഒരു വെറൈറ്റി
മറ്റൊരു ഇഷ്ടം തോന്നിയിട്ടുള്ള സ്പോട്ട് എന്താണെന്ന് വെച്ചാൽ ഇതാ ഈ കാണുന്ന ഇവിടെ നിന്ന് അങ്ങ് അറ്റം വരെ നടുക്കിങ്ങനെ മണ്ണിട്ടിട്ടുണ്ട്. അപ്പം നടന്നും കാൽമുട്ട് കൊണ്ട് ഇരുന്നൊക്കെ അവർ ഓരോ നേർച്ചകൾ നേർന്നുകൊണ്ട് അവർ ഇവിടെ നിന്ന് അറ്റം വരെ നടന്നു പോകും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു വിഷ്വൽ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. നല്ല ദൂരമുണ്ട് കേട്ടോ. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു കിലോമീറ്റർ വരെ ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. കറക്റ്റ് എനിക്കറിയില്ല. അല്ലാത്തുള്ളവർക്ക് 2 സ്ഥലമായിട്ട് നോർമലായിട്ട് നടന്നു പോവാം. പിന്നെ നേർച്ചക്കായിട്ട് ഉള്ള മെഴുകുതിരിയും കാര്യങ്ങളൊക്കെ 2 സ്ഥലമായിട്ട് ആളുകളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോകാം. ഓക്കെ, ഇതൊക്കെ കണ്ടോ, ഓരോരുത്തരിങ്ങനെ മുട്ടുകുത്തിയൊക്കെ മണ്ണിൽ കൂടെ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ഓരോരുത്തരുടെ പ്രാർത്ഥന, അവരുടെ മനസ്സിലുള്ള ആഗ്രഹം നടക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ ഒരു ഇത് ചെയ്യുന്നതാണ് കേട്ടോ. മുട്ടുകാല് കൊണ്ട് പോകുന്നുണ്ട്, നോർമലി നടന്നു പോകുന്നവരുണ്ട്. അപ്പോൾ ഓരോ തരത്തിലുള്ള വിശ്വാസങ്ങളാണല്ലോ. എന്തായാലും നിങ്ങൾ വേളാങ്കണ്ണിയിലൊന്നും ഇതുവരെ വന്നിട്ടില്ലാത്ത ആളാണെങ്കിൽ ഒരിക്കൽ വിസിറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. ഒരു വല്ലാത്തൊരു അറ്റ്മോസ്ഫിയറുള്ളൊരു സ്പോട്ടാണ് വേളാങ്കണ്ണി എന്ന് പറയുന്നത്. നമ്മൾ ഈ ഫ്രണ്ട്സൊക്കെ ആയിട്ട് കറങ്ങാനായിട്ടൊക്കെ പോകുമല്ലോ പല സ്ഥലങ്ങളിൽ, ടൂറിസ്റ്റായിട്ടുള്ള സ്പോട്ട്സിലൊക്കെ. പക്ഷേ അവിടെ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു ആയിരിക്കും നമുക്ക് ഈ നമ്മുടെ ആരാധനാലയങ്ങളിലൊക്കെ നമ്മൾ പോകുമ്പോൾ കിട്ടുന്നത്. പള്ളി ആയിക്കോട്ടെ, ക്ഷേത്രങ്ങളായിക്കോട്ടെ, വല്ലാത്തൊരു അറ്റ്മോസ്ഫിയർ തന്നെയാണ്. ഇതൊക്കെ വലതുവശത്ത് കണ്ടോ, യേശുദേവൻ്റെ ഒരു വലിയൊരു സ്റ്റാച്ചു. നമുക്ക് അങ്ങോട്ടും പോകാം കേട്ടോ. നല്ല രസമുണ്ട് നൈറ്റിൽ കാണാനായിട്ട്. പിന്നെ നമ്മളിപ്പോൾ പോകുന്ന ഈ പള്ളിയിൽ ദൂരം കാണുന്ന ഈ പള്ളിയാണ് ഇവിടുത്തെ ആദ്യത്തെ പള്ളിയായിട്ട്. മാതാവ് പ്രത്യക്ഷപ്പെട്ട അല്ലേ? ഓക്കെ, മാതാവ് പ്രത്യക്ഷപ്പെട്ട എന്ന് പറയുന്ന ആദ്യത്തെ പള്ളി ഇതാ ഈ കാണുന്നതാണ് കേട്ടോ. ഫ്രണ്ടിൽ ഒരു കിണറൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. പിന്നെ താണ്ട നമ്മൾ നടന്നു വന്നുകൊണ്ടിരുന്ന സമയത്ത് ഇതാ ഈ കാണുന്ന പോലത്തെ ഒരു കുരിശടിയിൽ കണ്ടാണ് ഇതാ ഈ കാണുന്ന പോലത്തെ. ഇത് ആക്ച്വലി 14 ഉണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ യേശു ക്രിസ്തുവിനെ ക്രൂശിക്ക് മുന്നേ 14 സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് വിസ്താരണം നടത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ 14 സ്ഥലങ്ങളെ സൂചിപ്പിക്കുന്നതാണ് ഈ 14 കുരിശടികളായിട്ട് അവർ വെച്ചിട്ടുള്ളത്. അതാണ് സംഭവം കേട്ടോ. എനിക്ക് നമ്മളെ കൂടെ ഒന്ന് ചേട്ടന്മാർ പറഞ്ഞതാണ് ഞാൻ നിങ്ങളുടെ പറയുന്നത്. അതാണെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങോട്ട് പോകുന്നതോറും നല്ല തിരക്ക് കൂടുന്നുണ്ട്. ഇനി അവിടെ പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് ഇതുണ്ട്, നമ്മൾ ക്ഷേത്രത്തിൽ ഇങ്ങനെ വാങ്ങിപ്പോൾ അതിന് ഇവിടെയും പുണ്യവെള്ളം കിട്ടും. അപ്പോൾ അത് മേടിക്കണം. പിന്നെ കുറച്ച് നമ്മളെ അനൂപ് ഗോപിക്ക് കുറച്ച് നേർച്ചകളുണ്ട്, അത് നേരണം. ആ നേർച്ച എന്താണെന്ന് പറയട്ടാടാ വീഡിയോയിൽ കാണിച്ചു കൊടുത്തതല്ലേ? ശരി, ഓക്കെ. അപ്പോൾ പള്ളിയിലേക്ക് പോകും മുന്നേ ഞാൻ കത്തിക്കാനായിട്ട് മെഴുതിരി മേടിച്ചു. പിന്നെ ഈ പുണ്യവെള്ളം കൊണ്ടുപോകാനായിട്ട് എടാ കുപ്പി കാണിച്ചെന്ന് കണ്ട മാതാവിൻ്റെ രൂപമുള്ള ഒരു കുപ്പിയുണ്ട്. എത്ര രൂപ എമൗണ്ട്? എത്ര? 20 രൂപ. ഇത് ഇതിൻ്റെ റേറ്റ് അറിഞ്ഞൂടാ. എല്ലാം കൂടെ ഒരുമിച്ചാണ് കൊടുത്ത്. അപ്പോൾ ഇനിയിപ്പം പള്ളിക്കകത്ത് പോയിട്ട് മെഴുതിരിയും കത്തിച്ച് മെഴുതിരി എത്തിക്കേണ്ടതുകൊണ്ട് അവിടെയാണ് കേട്ടോ. കണ്ടോ, അവിടെ ഒരു മാതാവിൻ്റെ അവിടെയാണ്. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഷെഡിനകത്താണ് പുണ്യവെള്ളം കൊടുക്കുന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് കാണാം. ഇതിനകത്താണ് നമ്മൾ ഈ 5 കുപ്പിക്കകത്തുള്ള പുണ്യവെള്ളം മേടിക്കാനുള്ളത്. വെള്ളം ഫ്രീ ആണ്, വേറെ പേയ്മെൻ്റ് ഒന്നുമില്ല. അപ്പോൾ ഒരു 6-7 കുപ്പിയുണ്ട്. അപ്പോൾ അതിൽ ചെന്ന് ഒന്ന് ഫില്ലപ്പ് ചെയ്ത് പുണ്യവെള്ളം എടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. പുണ്യവെള്ളം മേടിച്ചു, മെഴുതിരിയൊക്കെ കത്തിച്ചു. ഇതാണ് മെയിൻ പള്ളി എന്ന് പറയുന്നത് കേട്ടോ. മെയിൻ പള്ളി, മാതാവിൻ്റെ മെയിൻ പള്ളി എന്ന് പറയുന്നത്. ഇവിടെ കിണർ എവിടെയാണ്? കിണറെന്ന് പറഞ്ഞാൽ ജസ്റ്റ് അങ്ങോട്ട് പോയിട്ട് വരാം. ഇവിടെ ഒരു കിണറുണ്ട് കേട്ടോ. ആ കിണറിന് എന്താണ് സംഭവം? മാതാവിൻ്റെ രൂപം കാണാൻ പറ്റുമല്ലേ? അതെങ്ങനെ കാണാൻ പറ്റും? ഓ, ഇവിടെയാണല്ലേ. സോറി, മൊബൈൽ കൊണ്ടുപോയ പ്രശ്നമാവോ? സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു കിണർ പോലെ ഉണ്ടാവും. അതിനകത്ത് മാതാവിൻ്റെ ഒരു രൂപം വെച്ചിട്ടുണ്ട്. അത് അകത്തൂടെ ഇങ്ങനെ കാണാൻ പറ്റുന്നതാണല്ലേ? ഓക്കെ, അപ്പോൾ ആർട്ടിഫിഷ്യലായിട്ട് ചെയ്തേക്കുന്നതാണ്.
ഇവിടെ നോർമലി എല്ലാ ക്ഷേത്രങ്ങളിലും ആരാധനകളൊക്കെ ഉള്ളതുപോലെ അതാത് ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ അതാത് ആരാധനകളിലുള്ള അവിടുത്തെ പ്രതിഷ്ഠയുടെ രൂപങ്ങളും ബിംബങ്ങളും കീ ചെയിൻസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ബുക്കുകൾ, അങ്ങനെ ഒരുപാട് സംഭവമുണ്ട് കേട്ടോ അവിടെ. പള്ളിയുടെ നേരെ വലതുവശത്താണ്. അല്ല മേടിക്കുന്നുണ്ടോ അവിടെ? മേടിക്കുന്നു. ഓക്കെ. അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞു, പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. നേരെ നേരെ ഇനി റൂമിൽ പോവുക എന്നുള്ളതാണ് മെയിൻ. പക്ഷേ അതിന് മുന്നേ കണ്ടോ ദൂരെ യേശുദേവൻ്റെ ഒരു സ്റ്റാച്ചു, അവിടെ കൂടെ പോകണം. അതിന് മുന്നേ ഇവിടെ കയറി ജസ്റ്റ് പ്രാർത്ഥിച്ചിട്ട് പോകും. ഇത് നമ്മൾ അവസാനം ഇറങ്ങി കഴിയുമ്പോഴത്തേക്കുള്ളൊരു പള്ളിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്കിങ്ങനെ ഇവിടെ ഇരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരുപാട് ബെഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഒച്ചത്തിൽ സംസാരിക്കാനായിട്ട് പറ്റില്ല. പക്ഷേ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കര റിലാക്സേഷനാണ് കേട്ടോ. എല്ലാവർക്കും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പം നമ്മളിവിടെ ഇങ്ങനെ ആ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു റിലാക്സേഷൻ ഉണ്ട്. അത് പറഞ്ഞറിയിക്കാനായിട്ട് പറ്റില്ല. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ. തിരക്ക് ആക്ച്വലി കുറവാണ്, അല്ലെങ്കിൽ ഇവിടെ നിറഞ്ഞ തിരക്കാണ് സീസൺ ടൈമിൽ. ഇപ്പോൾ പക്ഷേ തിരക്കില്ല. നമ്മുടെ കൂടെ വന്ന ചേട്ടന്മാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അനുഗോപി ഇരിപ്പുണ്ട്, പിന്നെ ഞാൻ ഇവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഇതും കഴിഞ്ഞാലോ ഇനിയിപ്പോൾ നേരെ നമുക്ക് ആ ഒരു വലിയൊരു ആ സ്റ്റാച്ചുവിൻ്റെ അടുത്ത് പോയിട്ട് നമുക്ക് അവിടുത്തെ ഒരു വിഷ്വൽ കൂടെ കണ്ടു നോക്കാം. ഓക്കെ, പള്ളിയിൽ നിന്ന് ഇറങ്ങി നമ്മൾ പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ഒരു വിഷ്വലുണ്ട് കേട്ടോ. നൈറ്റിൽ കാണാൻ നല്ല രസമുണ്ട്, ലൈറ്റും കേട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ സൂപ്പറായിരിക്കും. അപ്പോൾ ഇനി നമ്മൾ നേരെ പോകുന്നത് പിന്നെ നമ്മുടെ യേശുദേവൻ്റെ ഒരു വലിയൊരു സ്റ്റാച്ചുവിൻ്റെ അടുത്തോട്ടാണ് കേട്ടോ. സ്റ്റാച്ചുവിൻ്റെ അങ്ങോട്ട് പോകാനായിട്ടിരുന്നപ്പോഴത്തേക്കും ചെറിയൊരു മഴ തുടങ്ങിയിട്ട്. അപ്പോൾ എല്ലാ ആൾക്കാരും ഇതായി എൻ്റെ ഫ്രണ്ടിൽ വന്നെങ്കിൽ ഇരിപ്പുണ്ട്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം, തോരുന്നുണ്ടോ നോക്കാം. കിടിലം മഴ, നല്ല മഴ, നല്ല കിടിലം കാറ്റ്. കാറ്റ് കാരണം മഴയുടെ അത് പോകുന്നൊരു ഇതൊക്കെയാണ്. അങ്ങനെ വളരെ പെട്ടെന്ന് വലിയൊരു മഴ പെയ്തു തുറന്നു കേട്ടോ. നോക്കിയാൽ നല്ല മഴയായിരുന്നു. ഈ ദശാവതാരം പടത്തിലൊക്കെ കാണിക്കും ഈ ഒരു വിഷ്വൽ. ഈ ഒരു ആ സുനാമി വരുന്ന സമയത്ത് ഈ ഒരു സ്റ്റാച്ചു ഇങ്ങനെ നിൽക്കുന്നതിൻ്റെയൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ എത്ര ഹൈറ്റ് വരും അത്? അതിൻ്റെ ഹൈറ്റ് എത്രയെന്ന് അറിഞ്ഞൂടോ, പക്ഷെ നല്ല സൂപ്പർ അടിച്ചിട്ടുണ്ട്. കാരണം ഇങ്ങനെ എല്ലാവരെയും ഇങ്ങനെ അനുഗ്രഹിക്കുന്ന പോലത്തെ രീതിയിലുള്ളൊരു രീതിയിലാണ് ഈ ഒരു സ്റ്റാച്ചു വരെ നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ. അങ്ങനെ വന്ന കാര്യം നല്ല രീതിക്ക് നടന്നു. ഇനി നാളെ രാവിലെ കൂടെ തൊഴാനായിട്ട് പോകും കേട്ടോ. ചിലപ്പോൾ അത് നമ്മൾ ഷൂട്ട് ചെയ്യത്തില്ല. വിശക്കുന്നേ ഭക്ഷണം എന്തായോ രാശേട്ടാ പൊടിയാ നോക്കിയാണ് വീട്ടിലത്തേക്കുള്ള റാഷരി വാങ്ങിച്ചോണ്ട് പോകണേ പോണത്. ഗോതമ്പ് കിട്ടൂല. അയ്യോ, ഇതിൻ്റെ ഫ്രണ്ടിൽ പോകാനായിട്ട് പറ്റും, കുഴപ്പമില്ല. ക്ലോസ് ചെയ്തു തോന്നുന്നു. അപ്പോൾ കണ്ടല്ലോ നമ്മുടെ ആ ഒരു സ്റ്റാച്ചുവിൻ്റെ ഏറ്റവും ഫ്രണ്ട് ഭാഗത്താണ് കണ്ടോ, എന്ത് ഹൈറ്റാണെന്ന് നോക്കിയാൽ. പിന്നെ അകത്തൂടെ മേലോട്ട് കയറാനുള്ള സെറ്റപ്പൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഉണ്ടോയെന്നറിയില്ല, ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും ആ സ്റ്റാച്ചു ചെയ്തേക്കുന്ന ആ രീതി കൊള്ളാം അല്ലേ. എല്ലാവരെയും അനുഗ്രഹിക്കുന്നു, എല്ലാവരും നന്നായിരിക്കട്ടെ എന്നൊരു രീതിയിലല്ലേ ചെയ്തേക്കുന്നത്. യെസ്, അപ്പോൾ നമുക്കിനി ഒന്ന് ഫുഡ് കഴിക്കണം. തൊട്ടടുത്ത് ഏതെങ്കിലും ഹോട്ടലിലോട്ട് പോവാം. അങ്ങനെ നമ്മുടെ വേളാങ്കണ്ണി യാത്ര നമ്മൾ വിചാരിച്ച കാര്യം നടന്നു. നല്ല രീതിയിൽ പ്രാർത്ഥിക്കാനായിട്ട് പറ്റി. വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. നല്ല രീതിയിൽ പ്രാർത്ഥിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. യെസ്, അപ്പോൾ നമ്മുടെ വേളാങ്കണ്ണി യാത്ര ഇവിടെ ഫിനിഷ് ആയിരിക്കുകയാണ്. ഇനിയുള്ളത് ആകെ ഫുഡ് കഴിക്കാന്നുള്ളൊരു ജോലി മാത്രമേ ഉള്ളൂ. എല്ലാ പള്ളിയിലും കയറി തൊഴുതു, മെഴുതിരി കത്തിച്ചു, പുണ്യവെള്ളം വാങ്ങിച്ചു, അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഇനി എന്തൊരു കഴിക്കണം അവിടെ ഇവിടെ ഇനിയാണ് മെയിൻ പണിയെന്ന്. അപ്പം വേറെ ഒന്നുമില്ല, എനിക്ക് ചെറിയൊരു ട്രാവൽ ബ്ലോഗ് വേളാങ്കണ്ണിയിലുള്ള ഒരു നൈറ്റ് വ്യൂ നിങ്ങളെ കാണിക്കണമുണ്ടായിരുന്നു. അപ്പോൾ ഇനി ലോക്കലിൽ കുറച്ച് തട്ടുകടകളൊക്കെ ഉണ്ട്. അപ്പോൾ അതും കൂടെ ഞാൻ ജസ്റ്റ് ഈ വിഷ്വൽസിൽ ഉൾപ്പെടുത്താം കേട്ടോ.
നമ്മൾ മേടിച്ച സാധനങ്ങളൊക്കെ ഒന്ന് വണ്ടിക്കൊന്ന് വെച്ചിട്ട് വരാം. അപ്പം അങ്ങനെ ഫ്രീ ആയിട്ടൊന്ന് കഴിക്കുക, ഇല്ലെങ്കിൽ അതൊക്കെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കണ്ടേ. ഇവിടുന്ന് അലുവ ഇതൊക്കെ മേടിക്കണ്ട കേട്ടോ. മറ്റേ കുറച്ച് സ്വീറ്റ്സൊക്കെ മേടിക്കാനുണ്ട്, കുറച്ച് തന്നെ മേടിക്കണം കേട്ടോ. വേളാങ്കണ്ണി എന്ന് പറയുമ്പോൾ ഇങ്ങനെ വന്നിട്ടില്ലാത്തവർക്ക് കാണുമ്പോഴത്തേക്കും നല്ല രസകരമായിട്ടൊരു സ്പോട്ടായിട്ട് തോന്നുന്നില്ലേ? ഒരിക്കൽ വരാൻ പറ്റുമെങ്കിൽ ട്രൈ ചെയ്യാം കേട്ടോ. യെസ്, അപ്പോൾ ഇന്നലെ നൈറ്റിൽ ഫിനിഷ് ചെയ്ത വീഡിയോ ആണ് ഒന്നും കൂടെ പോസ്റ്റ് ചെയ്യേണ്ടത് കേട്ടോ. വേറെ ഒന്നുമല്ല, പുതിയൊരു രൂപം കിട്ടിയിട്ടുണ്ട്. യെസ്, ഇന്നലെ നമ്മളെ കൂടെ ഉണ്ടായിരുന്ന അനു മുട്ട അടിച്ചേട്ടാ. അവന് പെട്ടെന്ന് മുട്ട അടിക്കണമെന്ന് മനസ്സിൽ തോന്നി ഇങ്ങനെ അടിച്ചതാണ്. അപ്പോൾ ഇന്ന് തന്നെ ഈ മുട്ട അടിക്കുന്ന ഈ രൂപത്തിൽ തന്നെ വീഡിയോ ഒന്നും ക്ലോസ് ചെയ്യാൻ വിചാരിച്ചു. പെട്ടെന്നൊരു കാര്യം റൗണ്ടപ്പ് ചെയ്ത് പറഞ്ഞുതരാം. അതായത് ഒക്ടോബർ മാസം ഒക്ടോബറിലല്ലേ നമ്മളെ 2 ചേട്ടന്മാരും ബാക്കിലുണ്ട് കേട്ടോ. അപ്പോൾ ഒക്ടോബർ മാസ സമയത്തൊക്കെ വിളങ്ങുന്ന ഭയങ്കര സീസൺ തിരക്കായിരിക്കും. ആ ഒക്ടോബർ മാസം അല്ലാത്ത സമയങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാനും തൊഴാനൊക്കെ പറ്റും. എപ്പോഴും തിരക്കാണ്, എന്നാലും മറ്റേ വെച്ച് നോക്കുമ്പോൾ കുറവാണ്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ റൂം ഫെസിലിറ്റിയും കാര്യങ്ങളെല്ലാം ഒരുപാടുണ്ട്. പിന്നെ നമ്മൾ തിരിച്ചും പോയി മുട്ട അടിക്കും പോലെ തന്നെ ഇവിടെ ഇതുപോലെ മുട്ട അടിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു വ്ളോഗ് ഇപ്പോൾ ഫിനിഷ് ചെയ്യുകയാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.